മണ്ണെടുത്ത ജീവനുകൾ തിരികെ മണ്ണിലേക്ക് മടങ്ങുകയാണ്. മണ്ണിൽ പുതഞ്ഞു പോയ നാട്ടിൽ ജാതിമത ഭേദമില്ലാതെ അവർ മണ്ണിനോട് ചേരാൻ പോവുകയാണ്. കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം വയനാട്ടിലെ ഉരുൾപൊട്ടൽ. അതിൽ മരിച്ചവരിൽ തിരിച്ചറിയാത്ത 8 പേരുടെ സംസ്കാര ചടങ്ങുകളാണ് പുത്തുമലയിൽ നാം കാണുന്നത്. സർവമത പ്രാർത്ഥന നമ്മൾ കണ്ടു. ഉറ്റവരും ബന്ധുക്കളും പ്രിയപ്പെട്ടവരും ഇല്ല അവർക്ക്. പക്ഷേ എല്ലാ ആദരവും നൽകി, എല്ലാ ബഹുമാനവും നൽകി, അവർ അർഹിക്കുന്ന സ്നേഹം നൽകിയാണ്. കൂടി നിൽക്കാതെ സൗകര്യം ക്രമീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. അല്പസമയം മുൻപാണ് സർവമത പ്രാർത്ഥന കഴിഞ്ഞത്. ഈ നിമിഷം ഈ മണ്ണിൽ ജാതിയില്ല, മതമില്ല. എല്ലാ മതങ്ങളുടെയും പ്രാർത്ഥനകൾ അന്തരീക്ഷത്തിലുണ്ട്, ആ മണ്ണിലുണ്ട്. വ്യത്യസ്തമായാണ് ആളുകൾ അവിടെ കൂട്ടം കൂടി നിൽക്കുന്നത്. അതൊരിക്കലും ശരിയല്ല. കൃത്യതയോടുകൂടി നമ്മൾ തീരുമാനിച്ചതുപോലെ കാര്യങ്ങൾ നടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളത് അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രിമാർ, ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ, ജില്ലാ പഞ്ചായത്ത്, ജില്ലാ കലക്ടർ, പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട എല്ലാവരുടെയും സാന്നിധ്യം ഈ അന്ത്യയാത്രയിൽ സുഗമമായി നടത്താൻ നമ്മളെല്ലാവരും തയ്യാറാകണം. എല്ലാവരുടെയും സാന്നിധ്യം ഇവിടെയുണ്ട്. ഓരോ ബോഡികളും ഓരോ ഭൗതിക ശരീരങ്ങളും ഓരോന്നോരോന്നായി കൊണ്ടുവരാൻ നടപടികൾ എടുക്കണം. അവസാനമായി മണ്ണിടുന്നത് ഒന്നിച്ചുള്ളതായ ഒരു കർമ്മത്തിലേക്ക് നമ്മൾ പോകും. ഭൗതിക ശരീരം ഓരോന്നോരോന്നായി എടുത്തുകൊണ്ടുവന്ന് അത് ക്രമീകരിക്കാൻ നടപടി ഉണ്ടാവണം. ഈ സമയത്ത് ഈ കാണുന്ന 8 മൃതദേഹങ്ങൾക്ക് 8 മനുഷ്യരാണ്, 8 ജീവിതങ്ങളായിരുന്നു. അവർക്ക് ഈ നിമിഷം അവിടെ അവരുടേതെന്ന് പറയാൻ ആരുമില്ല. അവരുടെ ബന്ധുക്കളില്ല, ഉറ്റവരില്ല, പ്രിയപ്പെട്ടവരില്ല. പക്ഷേ അത് ഈ നിമിഷത്തെ കഥയാണ്. പണ്ട് അങ്ങനെയല്ലായിരുന്നു. അവർക്കെല്ലാവരുമുള്ള ഒരു ദിവസം ഉണ്ടായിരുന്നു. ഈ സമയത്ത് സാന്നിധ്യം കൊണ്ട് ആശ്വാസം, ആദരം പകരുകയാണ് അവിടെയുള്ള മനുഷ്യർ. ഉരുൾപൊട്ടലെടുത്ത ജീവനുകളുടെ എണ്ണം ഓരോ നിമിഷവും ഓരോ ദിവസവും ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. 360 കഴിഞ്ഞിരിക്കുന്നു. ഇനിയും 206 പേരെ കണ്ടെത്താനുണ്ട്. അതിൽ എത്ര പേരെ കണ്ടെത്താൻ കഴിയുമെന്ന് ഈ നിമിഷവും നമുക്കറിയില്ല. അതിജീവനത്തിൻ്റെ 6ാം ദിവസമാണ് ഇന്ന്. 5 ദിനരാത്രങ്ങൾ പൂർണ്ണമായും കഴിഞ്ഞു. തീരാവേദനയിൽ ഒരുമിച്ച് നിൽക്കുകയാണ് ഒരു നാട്, കേരളം മുഴുവൻ. ഈ സമയത്ത് നമ്മൾ കണ്ടെത്തി, പക്ഷേ തിരിച്ചറിയാൻ കഴിയാത്ത മനുഷ്യരെ മണ്ണോട് ചേർക്കുകയാണ്. അവർക്ക് അന്ത്യവിശ്രമം ഒരുക്കുകയാണ്. മണ്ണെടുത്ത ജീവനുകളാണ്. അവർ തിരികെ മണ്ണിലേക്ക് പോവുകയാണ്. ഒരു ദിവസം കൊണ്ട് നമ്മൾ ഈ കാണുന്ന ഈ ക്രമീകരണങ്ങളൊക്കെ ഒരു ദിവസം, ഒരു പകൽ കൊണ്ടുണ്ടാക്കിയെടുത്തതാണ്. മനുഷ്യരുടെ അധ്വാനമാണ്. അത്രമേൽ നിസ്വാർത്ഥരായി പ്രവർത്തിക്കുന്ന ആളുകളെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അവിടെ ഒരു നാട് മുഴുവൻ അവിടെയുണ്ട്. മനസ്സുകൊണ്ട് കേരളം അവിടെയുണ്ട്.
8 മനുഷ്യർ, 8 ജീവിതങ്ങൾ തിരിച്ചറിയാൻ കഴിയാതെ പോയവരാണ്. പക്ഷേ മണ്ണിലേക്ക് മടങ്ങുമ്പോഴും, ജീവിതമെടുത്ത ഉരുളെടുത്ത ആ മണ്ണിലേക്ക് മടങ്ങുമ്പോഴും അവർ അനാഥരല്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവർക്ക് വേണ്ടി കരയാൻ, അവർക്ക് വേണ്ടി ആദരമർപ്പിക്കാൻ കേരളം അവിടെയുണ്ട്. വയനാട് പുത്തുമലയിലെ ഹാരിസൺ പ്ലാന്റേഷനിലെ ഭൂമിയിലാണ് 64 സെന്റ് സർക്കാർ നിർദ്ദേശപ്രകാരം കണ്ടെത്തിയ ആ ഭൂമിയിൽ 64 സെന്റ് സ്ഥലത്താണ് സംസ്കാരം. അത്ര എളുപ്പമായിരുന്നില്ല. കാരണം അവസാന നിമിഷം വരെ പ്രതീക്ഷയുണ്ടായിരുന്നു. ആദ്യം 7:30 ഈ സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്നിരുന്ന അറിയിപ്പ്. പക്ഷേ നോക്കൂ, ആ നിമിഷം മേപ്പാടിയിലെ കമ്മ്യൂണിറ്റി സെന്ററിലേക്ക് ചില ആളുകൾ വരുന്നു, ഒരു മൃതദേഹം തിരിച്ചറിയുന്നു, അവർ കൊണ്ടുപോകുന്നു. അങ്ങനെ അവസാന നിമിഷം വരെ പ്രതീക്ഷയുണ്ടായിരുന്നു. പാലക്കാട് നിന്ന് ചില ആളുകൾ വന്നു, പക്ഷേ അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അങ്ങനെ തിരിച്ചറിയാത്ത 8 മൃതദേഹങ്ങളാണിപ്പോൾ സംസ്കരിക്കുന്നത്. ഇതിനു മുൻപ് ഇൻക്വസ്റ്റ്, പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കിയിരുന്നു. ഓരോ മനുഷ്യനും, ഓരോ മൃതദേഹത്തിനും പ്രത്യേകം തിരിച്ചറിയൽ നമ്പർ നൽകി. മൃതദേഹത്തിൻ്റെയും ശരീരത്തിൻ്റെയും ആഭരണം ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെയും ഫോട്ടോയൊക്കെ എടുത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. DNA സാമ്പിൾ, പല്ലുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഇതൊക്കെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ എന്നെങ്കിലും ഒരു നാൾ ആരെങ്കിലും ഇവരെ അന്വേഷിച്ചു വന്നാൽ അവരുടെ പ്രിയപ്പെട്ടവർക്ക് ഇതാ ഇവിടെയുണ്ട് എന്ന് കാണിച്ചു കൊടുക്കാനുള്ള എല്ലാ വിവരങ്ങളും നമ്മുടെ സംവിധാനങ്ങൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അരുൺ അമൃത്നാഥ് നമുക്കൊപ്പം പുത്തുമലയിൽ നിന്ന് ചേരുന്നുണ്ട്. അരുൺ, സർവമത പ്രാർത്ഥന നമ്മൾ കണ്ടു. അവിടെ തിരിച്ചറിയാത്ത മൃതദേഹങ്ങളാണ് സംസ്കരിക്കുന്നത്. പക്ഷേ അവരെ തിരിച്ചറിഞ്ഞില്ല. അവർ അനാഥരായിരിക്കും, അജ്ഞാതരായിരിക്കും. പക്ഷേ സ്നേഹിക്കുന്ന, അവരൊറ്റയ്ക്കല്ല എന്ന് വിശ്വസിക്കുന്ന, അവർക്ക് വേണ്ടി വേദനയോടെ വിട ചൊല്ലുന്ന ഒരു നാട് മുഴുവൻ അവിടെയുണ്ട്. ആര്യ, ഈ സർവമത പ്രാർത്ഥനയ്ക്ക് ശേഷം ഇപ്പോൾ സംസ്കാരം നടത്തുകയാണ്. ഇവിടെ സംസ്കാരത്തിനായുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു. ആദ്യ മൃതദേഹം ഇവിടെ സംസ്കരിക്കുന്ന ആ ഒരു ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിന് നേതൃത്വം വഹിക്കാൻ മന്ത്രിമാരായ പി രാജീവും കെ രാജനുമുണ്ട്. ഇവർക്ക് സംസ്ഥാനത്തിന്റെ തന്നെ ആദരം അർപ്പിച്ചിട്ടുണ്ട്. ഒപ്പം ഈ നാട് മുഴുവൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരെ യാത്രയാക്കുകയാണ്. ഇവരൊക്കെ പരിചയമുള്ളവരായിരിക്കാം, ഇവരുടെയൊക്കെ അടുപ്പമുള്ളവരായിരിക്കാം. പക്ഷേ ഇവരൊന്നും അറിയുന്നില്ല ആരാണ് അവിടുന്ന്. അവർ അജ്ഞാതരാകുമ്പോഴും ഈ നാടിന്റെ മുഴുവൻ വേദനയോടെ ഈ പൊട്ടിയൊരു നാട് അവരെ യാത്രയാക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ദുരന്തത്തിന്റെ അവശേഷിപ്പുകളാണ്. ഇപ്പോഴും ആ വേദനയുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഈ ഓരോരുത്തരുടെയും കണ്ണുകളുണ്ട്. അവർ എത്ര വേദനയോടെയാണ് ഇവിടെ നിൽക്കുന്നത് എന്നുള്ളത് തന്നെ. ഇന്ന് ഉച്ചയോടുകൂടി തന്നെയാണ്, വൈകിട്ടോടുകൂടി സംസ്കാരം ഉണ്ടാകുമെന്ന് പറയുന്നു. അങ്ങനെ രാവിലെ മുതൽ തന്നെ ഈ സന്നദ്ധ പ്രവർത്തകർ ഈ ദുരന്ത ഭൂമിയിൽ നമ്മൾ ആദ്യ നാൾ തൊട്ട് കണ്ടതുപോലെ തന്നെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുന്നത് ഈ മൃതദേഹങ്ങൾ വിട്ടു നൽകാനുള്ള ഈ സ്ഥലം ഇവിടെ ലഭ്യമാകുന്നു. അങ്ങനെ ഒരു 32 കുഴികളാണ് ആദ്യം എടുക്കുന്നത്. അതിൽ 8 മൃതദേഹങ്ങളാണ് ഇപ്പോൾ സംസ്കരിക്കുന്നത്. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളുമായി ഈ സന്നദ്ധ സേവകർ രാവിലെ മുതൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അതിന്റെ നേതൃത്വം വഹിക്കാനുള്ള പൊതുപ്രവർത്തകർ, ഒരു നാട് അവിടെയും ഒന്നിക്കുന്ന കാഴ്ച. അവരുടെ പ്രിയപ്പെട്ടവർക്കായി ഈ തലനാടിനൊക്കെ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ്. അവരുടെ ഉറ്റവർ ഇപ്പോഴും കാണാത്തവരാണ്. അവരൊക്കെ ഈ കൂട്ടത്തിൽ ഉണ്ടാകും എന്ന് മനസ്സുകൊണ്ട് ആ യാഥാർത്ഥ്യത്തെ വിശ്വസിക്കുന്നവരാണ്, ഇപ്പോഴും ഉൾക്കൊള്ളുന്നവരാണ്. ആ വേദന ഇപ്പോഴും സഹിച്ചുകൊണ്ട് തന്നെ, ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അതിജീവിക്കണം നമുക്ക് എന്നുള്ള ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ ഒരു നിശ്ചയദാർഢ്യവും ആ മനസ്സിന്റെ ബലവും മനോധൈര്യവും എല്ലാം കൊണ്ട് തന്നെയാണ് ആ വേദനയിലും ഈ നാട് ഒന്നാകെ ഇവിടെ നിൽക്കുന്നത് എന്നുള്ളതാണ്. ആദ്യം ഒരു മരവിപ്പിലും പക്ഷേ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളണം, ഇനിയും നാളേക്കായി അതിജീവിക്കണം എന്നുള്ള ഒരു ബോധ്യം അവർക്കുണ്ട് എന്നുള്ളത് വേദനിപ്പിക്കുന്ന ഒരു ബോധ്യം തന്നെയാണ്. ആ ബോധ്യത്തിലാണ് ഇവിടെ ഓരോരുത്തരും എത്തിച്ചേർന്നിരിക്കുന്നത്. പലരുടെയും കണ്ണുകൾ ഇപ്പോഴും നിറയുന്നുണ്ട്, പലരുടെയും കണ്ണുകൾ നിർവികാരതയാണ്. അത്തരത്തിൽ ആണ് നമുക്ക് ഇപ്പോഴും ഓരോ ദിവസവും ഈ ദുരന്ത ഭൂമിയിലെ കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിജീവനത്തിന്റെ പാതയിലേക്കാണ്
എന്ന് പറയുമ്പോൾ പോലും അവിടെയും ആ വേദന കൊണ്ട് തന്നെ, വേദനയെ മറച്ചുകൊണ്ട് തന്നെ, വേദനയെ മറന്നുകൊണ്ട് തന്നെ അതിജീവിക്കണം എന്നുള്ള കാര്യം കൂടിയുണ്ട്. അത്തരത്തിൽ ഈ നാട് ഒന്നാകെ പ്രിയപ്പെട്ടവരെ യാത്രയാക്കാൻ എത്തിയിരിക്കുന്നു. ഈ രാവിലെ മുതൽ തന്നെ ഇവിടെ കൂടിയിരിക്കുന്നവരാണ്. പലർക്കും ഈ ദിവസങ്ങളായി ഇപ്പോൾ 6ാം ദിനം പിന്നിടുകയാണ്. അപ്പോഴും ഉറക്കമൊന്നുമില്ലാത്ത പല മനുഷ്യരെയും നമ്മൾ കാണുന്നു. 1-2 മണിക്കൂറൊക്കെ ഇവിടെ ഈ 6 ദിവസങ്ങളും പിന്നിടുന്ന ആ മനുഷ്യരെ നമ്മൾ കാണുന്നു. അവർ ഈ നാടിന്റെ വേദനയ്ക്കൊപ്പമാണ്, അവരുടെ വേദന കൂടിയാണിത്. അങ്ങനെ ഒരു നാടൊന്നാകെ ഇവരെ യാത്രയാക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ ഈ പുത്തുമലയിൽ നിന്ന് കാണുന്നത്. ആ 2 മൃതദേഹങ്ങൾ ഇപ്പോൾ സംസ്കരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാകുന്നത്. അതിന് നേതൃത്വം നൽകാനായി മന്ത്രിമാരുൾപ്പെടെയുള്ള പ്രതിനിധികൾ ഉണ്ട്. അത്തരത്തിൽ ഈ ചടങ്ങ് പുരോഗമിക്കുമ്പോഴും ഈ ആൾക്കൂട്ടം, വലിയ ആൾക്കൂട്ടം ഈ ഒരു ശ്മശാനത്തിന് പുറമെ ചുറ്റും കൂടിയിരിക്കുന്ന 4 ഭാഗവും കൂടിയിരിക്കുന്ന ഒരു കാഴ്ചയും നമ്മളിവിടെ കാണുകയാണ്. പുത്തുമല അതുകൂടി എടുത്തു പറയണം. ഇപ്പോൾ ഈ തിരിച്ചറിയാത്ത അജ്ഞാതരായ, ഈ നിമിഷം അജ്ഞാതരായ മൃതദേഹങ്ങൾ അവരെ ഏറ്റുവാങ്ങുന്നത് പുത്തുമലയാണ്. കേരളത്തിൻ്റെ തീരാ നോവാണ് പുത്തുമല. 125 ജീവനുകളാണ് പുത്തുമലയിൽ നമുക്ക് നഷ്ടപ്പെട്ടത്. 5 ആണ്ട് കഴിയുമ്പോൾ ആ ദുരന്ത ഭൂമി ഇന്ന് മറ്റൊരു ദുരന്തത്തിലെ ഇരകളെ ഏറ്റുവാങ്ങുകയാണ്.